ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വല്ലൂസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിതൊരു നൈറ്റ് വ്ളോഗാണ് കേട്ടോ. നമ്മൾ ചെറിയൊരു പർച്ചേസിന് പോവാണ്. അപ്പോൾ ഏട്ടൻ ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന സമയമായതുകൊണ്ടാണ് ഇത്ര ലേറ്റ് ആയത് കേട്ടോ. ഒരു കുഞ്ഞ് ഗോൾഡ് പർച്ചേസാണ്. നമ്മുടെ ദച്ചൂട്ടിൻ്റെ കമ്മൽ ആണി പോയിട്ടാണ്. 2 വട്ടം പോയിട്ട് നമുക്കത് കളഞ്ഞ് കിട്ടിയായിരുന്നേ. 3ാമത്തെ വട്ടത് മിസ്സായിപ്പോയി. അപ്പോൾ നമ്മൾ ആണി ആദ്യം വാങ്ങിക്കാമെന്ന് ഓർത്തു. പിന്നെ ഓർത്ത് വേണ്ട, ഇച്ചിരി വലിയൊരു കമ്മൽ, ഒരു സ്റ്റഡ് പോലത്തെ വാങ്ങിക്കാമെന്ന് ഓർത്തു. എപ്പോഴും മാറ്റണ്ടല്ലോ. 2-3 വട്ടമായിട്ട് കമ്മൽ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കുറച്ച് വലുത് വാങ്ങിച്ച് കഴിഞ്ഞാൽ മാറ്റാണ്ടിരിക്കാമല്ലോ എന്ന് ഓർത്തിട്ട് അത് വാങ്ങിക്കാനാണ് നമ്മൾ ഈ രാത്രിയിൽ പോകുന്നത്. തൊട്ടടുത്തൊരു കൂത്താട്ടോളത്തുള്ളൊരു കുഞ്ഞ് ജ്വല്ലറി ഷോപ്പാണ് കേട്ടോ. അപ്പോൾ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെപ്പോഴും ഏട്ടാ ജോലിയും കൂടെ കഴിഞ്ഞ് വന്ന സമയങ്ങളിലാണ് പുറത്തൊക്കെ പോകുന്നത്. ഇപ്പോൾ ഏകദേശം സമയമാകും പുറത്തൊക്കെ എപ്പോഴും പോകുമ്പോൾ. അപ്പോൾ ഇവിടെ ഒരു 7-7:30 ആയി അവിടെ എത്തിയ സമയത്ത്. പിന്നെ ആണെങ്കിൽ അവിടെ ഇങ്ങനെ ഒരു മേളയൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ കയറിയിട്ട് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ, കുഞ്ഞു സാധനം കുറച്ചൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു, ചവിട്ടി കാര്യങ്ങൾ അങ്ങനെയൊക്കെ. അപ്പോൾ അതൊക്കെ വാങ്ങിക്കാമെന്ന് ഓർത്തിട്ട് നമ്മൾ ഇറങ്ങുവാണ്. അപ്പോൾ ആ ഒരു ജ്വല്ലറി ഏകദേശം 7:30 വരെ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് വേണ്ടി അവർ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെല്ലുവാണ്. നമ്മൾ എത്തിയപ്പോൾ തന്നെ 7:30 കഴിഞ്ഞു. പിന്നെ അവർ ഷട്ടറൊക്കെ അടച്ചിട്ട് അടുത്ത് ഇരിക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ ഏകദേശം ആ സമയത്താണ് അവിടെ എത്തിയത്. അപ്പോൾ നമ്മൾ കടയിലേക്ക് എത്തിയിട്ടുണ്ട്, എത്താറാവുകയാണ്. എന്തത് ഞങ്ങള് കമ്മൽ വാങ്ങിക്കാൻ പോവാണ്. ഞങ്ങൾ കമ്മൽ കൊണ്ട് കളഞ്ഞു. വലിയ കാര്യത്തിൽ ജിമ്മിക്ക് പോയിട്ട് തൂക്കമൊക്കെ ഇട്ട് സെറ്റായതാണ്. വെയിറ്റ് കാരണം 2 വട്ടം പോയി കിട്ടി, 3ാമത്തെ വട്ടം പോയി കിട്ടി. അതിനാണ് പോയി. നമ്മളൊരു കുഞ്ഞൊരു ജ്വല്ലറി ഉണ്ട്, അവിടെയാണ് നമ്മൾ പോണത്. ചുട്ടിക്ക് കമ്മൽ കൊലുസൊക്കെ അടച്ചു പോയി അവര്. അയ്യോ, ഈ ഷട്ടർ നമ്മൾ തുറക്കണം. നമ്മൾ ഇത് അടച്ച പോലും നമ്മൾ നിക്ക് ചാട്ടം അങ്ങനെയല്ല, കഥ തുറന്നു തരാം. ആണി കിട്ടുമോ? ആണിയായിട്ട് കിട്ടുമോ? എന്നാ മാറിയെടുത്തു. ആരെടുത്ത്? അതെ നമ്മൾ എന്നെടുക്കാൻ പറ്റാല് കമ്മൽ, വെച്ചോട്ടിൻ്റെ കമ്മൽ. ഉണ്ട് നിൽക്കാത്ത ഇതിനകത്തുണ്ട്. പറയൂ, വെള്ളക്കല്ല് പോരെ? കമ്മല് കാണിച്ചേ. എടുത്തു വെച്ചാ എടുത്തു. ഇതിന് മുന്നേ തന്നെ 2 വട്ടം കമ്മൽ മാറ്റിയായിരുന്നു. അവർ കുഞ്ഞു കമ്മൽ വാങ്ങിച്ചിട്ട് അവൾ തന്നെ എനിക്ക് വലിച്ചിങ്ങനെ പറിച്ചു പോകാൻ നോക്കും, അല്ലെങ്കിൽ ചളുങ്ങിപ്പോവും. അങ്ങനെയുള്ളതുകൊണ്ട് നമ്മളോട് അത്രയും തീരെ പൊടി കമ്മൽ വാങ്ങിക്കേണ്ട. ആദ്യം അങ്ങനെ വാങ്ങിക്കാതെ ഓർത്ത് പോയത്. പിന്നെ എപ്പോഴും മാറ്റണമല്ലോ. അതുകൊണ്ട് നമ്മളോർത്ത് ഇത്തിരി മുളിപ്പിൽ ഇരുന്നാലും കുഴപ്പമില്ലാന്ന് ഓർത്ത് അങ്ങനെ ആണ് ഈ ഒരു വട്ടം വാങ്ങിച്ചേട്ടാ. അങ്ങനെ വാങ്ങിച്ചിട്ട് നമ്മൾ ഇറങ്ങിയപ്പോൾ ഏകദേശം 8 മണിയായിട്ടുണ്ടാവും. അവർ ഷട്ടറൊക്കെ എല്ലാം താഴ്ത്തി ഇട്ട് പിന്നെ ഫുള്ള് അതൊക്കെ ക്ലോസ് ചെയ്ത പരിപാടിയായിരുന്നു. അപ്പോൾ നമ്മളത് ലാസ്റ്റ് കസ്റ്റമർ. ഒരു പരിചയമുള്ള സ്ഥലമായിട്ട് കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ നമ്മൾ ഇറങ്ങിയിട്ടു. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ കമ്മലെടുത്തു. ധരിച്ചു കമ്മൽ കാണിച്ചേ. നല്ല കമ്മലാണല്ലോ. ഒരു കല്ലും ഒരു ഇതൊക്കെ വന്നിട്ടുള്ളത്. ഇനി ചെറിയൊരു കുഞ്ഞ് പർച്ചേസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് വീട്ടിൽ പോവാം. അയ്യോ ചുട്ടി നമ്മൾ ഏട്ട ജോലി കഴിഞ്ഞിട്ട് വന്നിട്ട് അവിടെ പോയത്. അത് ലേറ്റായത് ഈ സമയം. അത് ഇത്ര ലേറ്റായത്. കടയൊക്കെ അടച്ചു. എൻ്റെ അമ്മേ അല്ലു ആരാ? അല്ലു ചേട്ടൻ. അതെ
അനിയത്തി. ചേട്ടൻ അനിയത്തി. വാ അങ്ങനെ ഓടി പോലെ നിൽക്ക് റോഡ് അവിടെ. അത് കഴിഞ്ഞ് നമ്മുടെ തൊട്ട് അവിടെ തന്നെ ഒരു മേളയുണ്ട് കേട്ടോ. അത് കുറേ നാളായിട്ടുള്ളതാണ്. അപ്പോൾ അവിടെ രാത്രിയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടെയും കൂടെ ജസ്റ്റ് ഒന്ന് കയറി കുറച്ച് കുഞ്ഞു കുഞ്ഞു അലത്ത് പോലത്തെ സാധനമൊക്കെ വാങ്ങിക്കും അവിടെ. അപ്പോൾ അങ്ങോട്ട് പോവാണ്. ഇങ്ങനെ അല്ലായിരുന്നോ? അയ്യോ അത് പൊടി, അത് പോയതാ പിന്നെ പൊട്ടിപ്പോയി. നമുക്ക് പൊട്ടാത്ത നല്ല ഒരെണ്ണം നോക്കിയെടുക്കാം. ഓടിച്ചു നോക്കിച്ചു. ഇതാണ് നമ്മുടെ മഹാമേള. അപ്പോൾ കുറേ ചവിട്ടി, കുറേ അല്ല 2-3 ചവിട്ടിയും പിന്നെ കുറച്ച് ഇങ്ങനെ തവികൾ കാര്യങ്ങൾ അങ്ങനെയൊക്കെ നല്ല റേറ്റ് കുറവാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ വാങ്ങിക്കാൻ ഓർത്ത്. പിന്നെ അല്ലുക്കുഞ്ഞിന് വീട്ടിൽ രാത്രിയൊക്കെ ഇടാൻ പാൻസൊക്കെ, അപ്പോൾ അതൊക്കെ ഇവിടെ ഹോൾസെയിലായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ ഇവിടെ നമ്മൾ അങ്ങനെ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളും അങ്ങനെ കുറച്ചൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കുപ്പി പെറുക്കി ഇടുവാണോ? എന്തോ ടോർച്ച് കെടുത്തി വെക്കൂ കേട്ടോ. ഈ കുപ്പിയോടെ ഞാൻ എന്നാ ചെയ്യാനാ കൊണ്ടുപോയിട്ട് കുഞ്ഞാ? പിന്നെ ഉണ്ടല്ലോ ഇതുപോലത്തെ കടകളിലിട്ട് കൊണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ടല്ലോ അല്ലുക്കുഞ്ഞും തെച്ചുട്ടിക്കും ഭയങ്കര സന്തോഷമാണ്. കാര്യം കുറേ സാധനങ്ങൾ ഇങ്ങനെ നിരന്ന് നിൽക്കുമല്ലേ. അപ്പോൾ ചെല്ലുമ്പോൾ തന്നെ ഏതാണ്ട് പാർക്കിലോട്ട് പോയൊരു ഫീലിംഗാണ്. അതൊക്കെ എടുത്ത് അടുക്കി പറക്കി വെക്കലും കളിക്കലൊക്കെ കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് പിന്നെ നമ്മുടെ പുറം എടുത്തിട്ട് അങ്ങനെ ശല്യം ചെയ്യലൊന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ എനിക്ക് എത്ര സമയം വേണം നിന്നിട്ട് ഓരോ സാധനം എടുക്കുകയൊക്കെ ചെയ്യാം. അത്രയും നേരം നടന്ന് കളിച്ചോളും, ഒരു കുഴപ്പമുണ്ടാകത്തില്ല. പിന്നെ പിള്ളേരുടെ വളയ കാര്യങ്ങൾ അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ തെച്ചുട്ടിക്കാണെങ്കിൽ വള ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഒരു ട്രാൻസ്പാരൻറ്റ് പോലത്തെ ഒരു വള, ഒരു വൈറ്റ് കളർ വളയും കൂടെ വാങ്ങിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചിട്ട് കൊടുത്തു. പിന്നെ അല്ലുവാ പിന്നെ കയറി ചെന്ന പാടെ ഒരു കാർ ഓൾറെഡി എടുത്ത് കൈ വെച്ചിട്ടുണ്ടായിരുന്നു. ഈ വളയുടെ തെച്ചുട്ടിക്ക് വാങ്ങിച്ചത്. അത് കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയേ. തൊട്ടടുത്ത് അച്ചായൻസ് എന്ന് പറയുന്നൊരു തട്ടുകട സെറ്റപ്പിൽ, പക്ഷേ അടിപൊളി ഫുഡാണ് കേട്ടോ. നമ്മൾ എപ്പോഴും അവിടെ പോയി കഴിയുമ്പം അൽഫാമ വാങ്ങിക്കുക. അങ്ങനെ അത് നമ്മൾ ഓർഡർ ചെയ്തിട്ട് ഇരിക്കുവാണ്. പിന്നെ ഇതുങ്ങളെയും കൊണ്ട് ഫുഡ് കഴിക്കാൻ പോണ കാര്യം ഒന്നും പറയണ്ട. നമ്മൾ ആദ്യം തന്നെ അവരോട് പറയും, ആ ചില്ലി ഗ്ലാസ്സൊക്കെ എടുത്ത് മാറ്റിക്കളാൻ പറയും. ഇതാരാ അവിടെ എപ്പോൾ ചെല്ലുമ്പോൾ നല്ല തിരക്കാട്ടോ. അപ്പോൾ ഇന്ന് ഇത്തിരി തിരക്ക് കുറവുണ്ട്. അതുകൊണ്ട് നമുക്ക് ഒത്തിരി നേരം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 10 മിനിറ്റിനുള്ളിൽ ഫുഡ് വരും. അപ്പോൾ നമ്മൾ കാത്തിരിക്കുകയാണ്. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ നമ്മുടെ ഫുഡ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുവാണ്. അല്ലുകുഞ്ഞാണെങ്കിൽ ഇറച്ചി മാത്രമേ കഴിക്കത്തുള്ളൂ കേട്ടോ. കുബൂസും തൊട്ട് നോക്കത്ത് പോലുമില്ല. തെച്ചുട്ടി അങ്ങനെയൊക്കെ തന്നെ മീമീന്ന് പറഞ്ഞിട്ട് ഇറച്ചി കഴിക്കും, അതാണ് ഇഷ്ടം. പിന്നെ എന്തായാലും നമ്മളിങ്ങനെ കടയിലൊക്കെ കൊണ്ടുപോയാലും നമ്മൾ വീട്ടിൽ പോയിട്ട് ഫുഡ് കൊടുക്കൂട്ടാ. കുറച്ച് വെള്ളാമ തെച്ചുകൂട്ടി എന്നെ നാണം കെടുത്താനും വീഡിയോ ഇടും ഇറങ്ങിക്കോളെന്നൊക്കെ പറയും. വീഡിയോ കാണുമ്പോൾ അത് കുപ്പിക്കളയാണ്. എന്തിനാ കൊടു മതി മതി ഇവിടെ മതി 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 സൗണ്ട് കേൾക്കണേ. മെഡിക്കൽ ഷോപ്പ് ഉണ്ടോ നോക്കണേ. എനിക്ക് പനി പോലൊക്കെ വരുന്നുണ്ട്. പനിക്കോളുണ്ട്, പനിക്കോള്. മെഡിക്കൽ ഷോപ്പ് ഉണ്ടല്ലോ, അടച്ചിട്ടുണ്ട്. അവിടെ ഉണ്ട്, അടച്ചേക്കോ. എന്താ മെഡിക്കൽ ഷോപ്പ് ഇത്ര പെട്ടെന്ന് അടയ്ക്കുന്നേ? ഞങ്ങളങ്ങനെ ഫുഡ് കഴിച്ചു. പിന്നെ വീട്ടിലേക്ക് ചിക്കൻ വാങ്ങിച്ചു. അത് ലോക്കാണെന്ന് നോക്കിയേ. എന്തോ
സമയം 9 മണിയായിട്ട് ഇനിയിപ്പോൾ മെഡിക്കൽ ഷോപ്പിൽ കയറി ചുറ്റിട്ട് സ്നഗി ഇതുപോലെ സ്നഗി തീർന്നു. സ്നഗിയും പിന്നെ എനിക്ക് ഒരു ഭയങ്കര ബുദ്ധിമുട്ട് തന്നെ കേട്ടോ. അപ്പോൾ പാരസിറ്റമോൾ വല്ലതും വാങ്ങിച്ചേച്ച് ഈ തൊണ്ടവേ അത് 2 ദിവസമായിട്ട് പിന്നെ പാരസിറ്റമോൾ അങ്ങനെ ഇവിടെ ഉണ്ടല്ലോ ഉണ്ടോ ഏട്ടെ. രക്ഷപ്പെട്ടു, മെഡിക്കൽ ഷോപ്പിലെത്തി. അങ്ങനെ നമ്മൾ വീട്ടിലൊക്കെ വന്ന് ഒരു 9 മണി കഴിഞ്ഞപ്പോൾ വീട്ടിൽ എത്തി കേട്ടോ. വന്ന പാട് തെച്ചുകുട്ടിക്ക് നല്ല വണ്ടിയിൽ നിന്ന് ഉറക്കം തൂങ്ങുമായിരുന്നു. അപ്പോൾ പിന്നെ പെട്ടെന്ന് ഒരേ പോണ്ടല്ലെന്ന് ഓർത്തിട്ട് ചെന്ന പാട് തെച്ചുകുട്ടിക്ക് നമ്മൾ ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ട് ഫുഡൊക്കെ കൊടുത്ത് 2 പേരെയും ഭക്ഷണമൊക്കെ കൊടുത്ത് ഉറക്കി കഴിഞ്ഞിടും. 12 മണി ആവാറായിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ഇപ്പോഴായിട്ട് വീഡിയോ എടുത്തേ. 2 ബേബീസും ഉറങ്ങിയിട്ടുണ്ട്. ഞാനും നടുക്കേറി കിടന്ന് ഉറങ്ങി തുടങ്ങിയായിരുന്നു. അപ്പോഴാണ് അയ്യോ വൈൻഡപ്പ് എടുത്തില്ലല്ലോ എന്ന് ഓർത്തത്. നമ്മുടെ തെച്ചുട്ടി വന്നു. അപ്പോൾ ഇത്ര ഉണ്ടായാലും നമ്മൾ പ്ലാൻ ചെയ്യുന്നില്ല, പെട്ടെന്ന് പോകേണ്ടുന്നൊരു ഇതാണ് കേട്ടോ, ഒരു ഷോപ്പിംഗ് ആണ് കാര്യം. കമ്മൽ പോയി, അപ്പം പിന്നെ ആ ഒരു ഹോൾ അടയുണ്ടല്ലോ നിർത്ത് പെട്ടെന്ന് തന്നെ പോയി വാങ്ങിച്ചാണേ. അപ്പോൾ ഇതാണ് നമ്മുടെ കുഞ്ഞിക്കമ്മൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കുഞ്ഞൊരു നൈറ്റ് വ്ളോഗ് എന്ന് പറയാം അല്ലേ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുവാണെങ്കിൽ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബും ചെയ്യാം. അപ്പോൾ അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയിലോട്ട് കാണാം. പുതിയൊരു നമ്മുടെ എന്തെങ്കിലും ഹാപ്പി മൊമെൻറ്റ്സ് ഒക്കെ ഷെയർ ചെയ്യുന്നത് നമ്മുടെ അടുത്ത വീഡിയോയിലോട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ ബൈ ബൈ, സീ യു.